ഹായ് ഹലോ നമസ്കാരം. ഞാൻ കെവിൻ ഷെല്ലി. കോപ്പർ കോയിൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ആദ്യ എപ്പിസോഡിൽ നമ്മളുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. പൂവെന്ന മലയാള സിനിമയുടെ അണിയര പ്രവർത്തകരാണ്. ഇതിൻ്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, സ്റ്റോറി റൈറ്ററായ ശ്രീ അനീഷ് ബാബു അബ്ബാസ് സാർ, ഈ കഥയുടെ തിരക്കഥാകൃത്തായ ജോൺസൺ വി ദേവസി സാർ, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മഞ്ജുളൻ കെ വി സാറാണ്. വെൽക്കം ടു ദ ഷോ. എൻ്റെ ആദ്യ ചോദ്യം അനീഷ് സാറിനോടാണ്. പൂ എന്ന സിനിമ, ആ തോട്ട് എവിടെ നിന്നാണ് ലഭിച്ചത്? ആദ്യം ഈ സിനിമ ആയിരുന്നില്ല ഞങ്ങൾ ചെയ്യാൻ വെച്ചിരുന്നത്, വേറൊരു സിനിമയായിരുന്നു. പക്ഷെ അത് പല കാരണങ്ങളും കൊണ്ട് നടന്നില്ല. അങ്ങനെ വേറെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ തീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു യാത്ര, അതായത് ഒരു യാത്ര പോയാൽ എങ്ങനെ ഇരിക്കും, ഒരു യാത്രയെ പറ്റിയൊരു സിനിമ ആയാലും എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ ആ യാത്ര പോകുമ്പോൾ നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും, ആ യാത്രയിൽ ആരൊക്കെ ഉണ്ടാവും, അങ്ങനെ ഒരു തോട്ടിൽ ഏറ്റവും അടുത്ത ഒരു 2-3 പേരായിട്ട്, അതായത് മെയിൻ ക്യാരക്ടറിന് അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്യുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2-3 പേര് അതിലുണ്ടായാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ചിന്തയിൽ നിന്നാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആയപ്പോൾ ആ ക്യാരക്ടറിനോടൊപ്പം അയാൾക്ക് ഏറ്റവും അടുത്ത സ്ത്രീകളായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അപ്പോൾ ചിന്തിച്ചു വന്ന് ആ രീതിയിലാണ് ഈ കഥ പോകുന്നത്, അല്ലെങ്കിൽ തോട്ട് വരുന്നത്. അങ്ങനെ പിന്നെ അതായിരുന്നു ഫസ്റ്റ് തോട്ട്. അനീഷ് പറഞ്ഞതുപോലെ അത്ര എളുപ്പമുള്ള ഒരു ലാൻഡിങ് ഒന്നും ആയിരുന്നില്ല. അതിന് ഒരുപാട് പുരാവൃത്തം ഉണ്ട് താനും. ഇത്രയും സിമ്പിൾ ആയിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം. അത് ഓരോ ക്രിയേറ്റീവ് പേഴ്സൺസും ജീവിതത്തിൽ ഒരിക്കൽ കടന്നു പോകുന്ന ഒരു വളരെ ദുർഘടമായൊരു വഴിയുണ്ട്. അതായത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്ത വഴി ശരിയാണോ, എൻ്റെ ആത്മപ്രകാശനം അല്ലെങ്കിൽ എൻ്റെ ക്രിയേറ്റീവ് എഫേർട്ട് എൻ്റെ കാഴ്ചക്കാരിലേക്ക് എത്തുന്നുണ്ടോ, അതിന് ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ കടന്നു പോകുന്നൊരു വലിയ അങ്ങനത്തെ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്ന അനീഷിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ സിനിമ വേണമോ, അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സിനിമാറ്റോഗ്രാഫിയാണ്. സിനിമാറ്റോഗ്രാഫർ എന്ന നിലയ്ക്കാണ് അനീഷിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ. അതും എനിക്ക് നന്നായിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ വളരെ കാലങ്ങളായിട്ടുള്ളൊരു സൗഹൃദം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫേസിലൂടെ പോകുന്നൊരു അനീഷ് ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമ തന്നെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നൊരു അനീഷ് ഉണ്ടായി ഒരു ചെറിയ പോയിന്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ, എടാ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കല്ലേ, സിനിമ ഇവിടെ ഉണ്ടാവും, നിനക്ക് വേറെ എന്തെങ്കിലും ഒരു നെഗറ്റീവ്, ഒരു ഡാർക്ക് ഫേസ് വരുന്നുണ്ടെങ്കിൽ അന്ന് വെച്ചാൽ അത് സിനിമയെ ഉപേക്ഷിച്ച് പോകേണ്ട കാര്യമില്ല. യു ഹാവ് ഗോട്ട് കപ്പാസിറ്റി, യു ആർ എ ടാലൻറ്റഡ് സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫേസിൻ്റെ ഒരു എൻഡിൽ ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ, ഞാനിവിടെ ഇല്ല, ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഞാനൊരു ജീവനക്കാരനായിട്ട് ജോലി ചെയ്യുന്നൊരു സന്ദർഭമാണ്. അതിൻ്റെ അകത്തൊരു ആശുപത്രിയുണ്ട്, അപ്പോൾ അതിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു സന്ദർഭം കൂടി. അപ്പോൾ ഞാനിവിടെ ഇല്ല, കൊച്ചിയിലില്ല. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു ലീവിന് വന്ന ഒരു ദിവസം ഇവിടെ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ, ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ മുന്നേ പ്ലാൻ ചെയ്ത പോലെ കണ്ടപ്പോൾ ഈ ഫേസ് കഴിഞ്ഞിട്ടുള്ള അന്വേഷണോട്, ഏട്ടാ ഞാൻ സിനിമ ചെയ്യുന്നതാണ്, ഒരു സബ്ജക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, നീ ഇത് എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാലഘട്ടം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്തിനും തയ്യാറാണ്, കാരണം ആവശ്യപ്പെട്ടാൽ ഞാൻ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ആണ് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എന്നോട് പറയുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ എന്നിൽ ഞെട്ടലാണ് ഉണ്ടായത്. ഞാൻ സമ്മതിക്കുകയും ചെയ്തു, ഞാൻ ചെയ്യണം എന്ന് എനിക്കറിയാം, കാരണം ഐ ഹാവ് ടു റൈറ്റ് ഇറ്റ്, കമ്പാർട്ട്മെൻറ്റ്. പക്ഷേ ആ സബ്ജക്റ്റ് അത്ര എളുപ്പമല്ല പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു, പക്ഷെ ഞാൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുമാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഉള്ളിലൊരു വാശിയുമായി, കാരണം അത് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച ഒരു സാധനമാണ്. അതിനൊരു അനീഷ് പറഞ്ഞൊരു കഥയെ അതിൻ്റെ ഒരു സിനിമാറ്റിക് ഫോർമാറ്റിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇമ്പോസിബിളാണ്. ആസ് എ റൈറ്റർ എനിക്ക് അറിയുകയും ചെയ്യാം, പക്ഷെ എന്നാലും എനിക്ക് അവന് വേണ്ടിയിട്ട് ഇത് എഴുതണം. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ഒരു അവസ്ഥ. പക്ഷെ അത് എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സാധനം പോസിബിൾ ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു കലയുടെ ഒരു യഥാർത്ഥ ദൗത്യം ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ തീവ്രമായ ശ്രമം ഉണ്ടാവുന്നു.
എന്താ പറയുക, എനിക്ക് മറ്റൊരു ഭൗതികമായ സാഹചര്യം കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആ പെർട്ടിക്കുലർ ടൈമിൽ ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവനക്കാരനായിട്ട് ജയിക്കുന്നത്. അതായത് ഏകദേശം 1000-ഓളം ഇൻമേറ്റ്സ് അകത്തും ജോലി കഴിഞ്ഞിട്ട് ഞാൻ അവരുടേതുപോലെ തന്നെ ഒരു ഏകാന്തവാസമാണ് പുറത്ത് സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു കണ്ടന്റ് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭൗതിക സാഹചര്യം എനിക്ക് പ്രകൃതി ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ, പക്ഷേ ഇത് എങ്ങനെ ഇതൊരു ഈ സിനിമയുടെ ഒരു ഫോർമാറ്റിലേക്ക് ആക്കാം എന്നുള്ള വലിയ തീവ്രമായ ആലോചനയുടെ ഒരു ഭാഗമായിട്ടും ഈ സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നത് കൊണ്ടും എനിക്കൊരു ലാൻഡിങ് കിട്ടി. അതാണ് പൂവിൽ ഇന്ന് നമ്മൾ കാണുന്ന തമ്പകപ്പൂവ് കറങ്ങി 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 താഴേക്ക് പതിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ചൈൽഡ്ഹുഡ് മെമ്മറിയുടെ ഒരു ഭാഗവും കൂടിയാണ് എനിക്ക്. തമ്പകപ്പൂ ഇങ്ങനെ കറങ്ങി കറങ്ങി വീഴുന്നത് ഇങ്ങനെ കുട്ടി കാലത്ത് ഇങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്, പെറുക്കിക്കൊണ്ടിരുന്നത് ഒരായിട്ടാണ്. അപ്പോൾ ആ ഒരു ഇമേജ് വന്നപ്പോൾ തന്നെ അതിനൊരു മരണത്തിൻ്റെ ഒരു മെറ്റഫർ ഉണ്ട്. അപ്പോൾ അത് കിട്ടിയതോടുകൂടി ഞാൻ ഹാപ്പി ആവുകയും ചെയ്തു. അവിടെ നിന്നാണ് പൂവ് യാത്രയാവുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അത്ര എളുപ്പമുള്ള ഒരു ലാൻഡിങ് ആയിരുന്നില്ല. അതൊരു ജീവിതത്തിൻ്റെ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ വളരെ വ്യത്യസ്തമായൊരു ഫേസ് കൂടി ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറിയും കൂടി ഉള്ളത് കൊണ്ടായിരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ഫേസാണ് ഇത് രണ്ട്. ഇവൻ കടന്നുപോയതും ഞാനും കടന്നുപോയതായിട്ടുള്ള 2 ഫേസ് ഉണ്ട്. അതൊന്ന് കൊളാബ് വന്നപ്പോഴായിരിക്കണം ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായത്. സോ ദിസ് ഈസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ്. മഞ്ജുളൻ സാർ ജീവൻ എന്ന ക്യാരക്ടറാണല്ലോ ഇതിനകത്ത് ചെയ്തത്. അതെ അതെ. അപ്പോൾ ആ ക്യാരക്ടറിലേക്കുള്ള എഫേർട്ട് എന്തൊക്കെയായിരുന്നു? പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ അവിചാരിതമായിട്ടാണ് ഈ ഒരു വേഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ ജോൺസണായിട്ടുള്ളൊരു സൗഹൃദം കുറച്ച് മുമ്പേ തന്നെയുണ്ട്, നാടകമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പറയാണ്, പിന്നെ ഇങ്ങനെ ജോൺസൺ വേറൊരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിന് നിന്നെ ഒന്ന് കാണണം, ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു കോഫി ഷോപ്പിലിരിക്കും. മൂപ്പരത് അനീഷ അവിടെ എത്തി. അന്നാണ് ഞാൻ അനീഷിനെ പരിചയപ്പെടുകയും ഇത് ക്യാരക്ടർ ഫിക്സ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം നടക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആണ് മനസ്സിലായത് നായക വേഷമാണെന്നുള്ളത്. എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വേഷമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് വേഷമാണെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ പ്രൊഫഷണലാണ്. ഇപ്പോൾ നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും കൃത്യമായിട്ട് ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഞാനത് ഏറ്റെടുത്തു. പക്ഷെ നായകനാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷനല്ല, ചെറിയൊരു പേടി എന്ന് പറയാം. കാരണം വെച്ചാൽ ഈ സിനിമേൻ്റെ ടോട്ടാലിറ്റി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നിൽ വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടാക്കും. ചിലപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ജോൺസൺ എന്നെ സജസ്റ്റ് ചെയ്യുമ്പോൾ ജോൺസൻ്റെ പേര് മോശമാവാത്ത തരത്തിൽ, കാരണം സജസ്റ്റ് ചെയ്ത ഒരാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പോൾ അത് പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു കോൺഫിഡൻസ് കുറവ് എനിക്കുണ്ടായിരുന്നു. കോൺഫിഡൻസ് കുറവെന്നല്ല, അത് അത്രയും വലിയൊരു ഉത്തരവാദിത്തമല്ലേ, അത് ഞാൻ ഏൽക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അപ്പോൾ ഈ കൺഫ്യൂഷൻ നടക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ആഴ്ച വേറൊരു മീറ്റിംഗ് നടത്താം എന്ന് പറഞ്ഞിട്ട് അമ്പാട്ടേവൽ വെച്ചിട്ട് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് എല്ലാവരും കൂടുന്നു. പിന്നെ അതുപോലെ നമ്മളെ കോമൺ ചില സുഹൃത്തുക്കൾ കൂടുന്നു, അവരുടെ സൗഹൃദങ്ങൾ. പിന്നെ വന്നപ്പോൾ ഇതൊരു സൗഹൃദ കൂട്ടായ്മയായി മാറി. ഒരു ഡയറക്ടർ, റൈറ്റർ അല്ല പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ലാതെ ഇതൊരു സൗഹൃദ കൂട്ടായ്മയായിരുന്നു. അപ്പോൾ അറിയാതെ തന്നെ ഞാൻ ഈ കോൺഫിഡൻസിൻ്റെ കാര്യം ഞാൻ ആദ്യം സംസാരിച്ചു. പക്ഷേ ഈ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും എന്നിൽ ആ കോൺഫിഡൻസ് ഉണ്ടായി വന്നു. അത് ഈ സൗഹൃദത്തിൻ്റെ പേരിലാണ്. പിന്നീട് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എത്രയോ ദിവസങ്ങൾ ഈ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെ മൂഡായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെ ബാക്ക് സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യാത്ര ചെയ്തു. പിന്നെ നമ്മുടെ കൂടെയുള്ള ആക്ടേഴ്സ്, ഇതിൽ റോൾ ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ വന്നിട്ട് അവരായിട്ട് ഡിസ്കസ് ചെയ്തു, സംസാരിച്ച് അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ ഷൂട്ടാകുമ്പോഴേക്കും നമ്മൾ ഇതൊരു യാത്രയാണല്ലോ, പൂർണ്ണമായിട്ടൊരു യാത്രയാണ്. യാത്രയുടെ തുടക്കം നമ്മൾ ഈ ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇച്ചിരി കുറച്ചും കൂടി എളുപ്പമായിരുന്നു. പറയണ്ടേ, ഈ മഞ്ജുളിനെ സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു 96-98 കാലഘട്ടത്തിലാണ് തോന്നുന്നു മഞ്ജുളൻ്റെ ഒരു വളരെ പ്രഖ്യാപിതമായൊരു നാടകം ഉണ്ടായിരുന്നു. ഒരു കരിവള്ളൂർ മുരളി സംവിധാനം ചെയ്ത ചെഗുവേര എന്ന് പറയുന്ന നാടകം. അപ്പോൾ അത് എറണാകുളത്ത് ടൗൺ ഹാളിൽ കണ്ടിട്ട് 98 എന്ന് പറയുമ്പോൾ അത്രയും വർഷം പിന്നിലാണെന്ന് ആലോചിക്കണം, നമ്മൾ അത്രയും യങ്ങും ആണെന്ന് ആലോചിക്കണം. അതിൽ ചെഗുവേരയായി ഏണസ്റ്റോ ചെഗുവേരയായിട്ട് അഭിനയിക്കുന്നത് മഞ്ജുളനാണ്. അഭിനയിച്ച ഒരുപാട് വേദികളിൽ കളിച്ചിട്ടുള്ളത്.
ആ ചെഗുവേരയെ കണ്ട് ഇങ്ങനെ ഗൂസ് ബമ്പ് അടിച്ച് കണ്ടിട്ടുള്ള ഓർമ്മയുണ്ട്. അന്ന് ആരാധനയോടെ കണ്ടിട്ടുള്ള നാടകമാണത്. ഗംഭീര പെർഫോമൻസ് ആണ് അതിൽ. എൻ്റെ പേഴ്സണൽ അനുഭവം പറയുന്നത്. അപ്പൊ അങ്ങനെ അത്രയും കണ്ട് ഗൂസ് ബമ്പ് അടിച്ച ആക്ടറാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലാതെ വെറുതെ എവിടെ നിന്ന് വിളിച്ച സൗഹൃദത്തിൽ നിന്ന് വിളിച്ചതല്ല. ഞാൻ പറയാൻ പറ്റുന്നത് അതാണ്, ആ മഞ്ജുളൻ പറഞ്ഞ കോൺഫിഡൻസ് നമുക്ക് തെളിവായിട്ട് കിട്ടിയത്. ഒരുപാട് ഫെസ്റ്റിവൽസിൽ പോയി, ഒരുപാട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ പോയി. അതിൽ ഏകദേശം 93 രാജ്യങ്ങളിൽ നിന്ന് വന്ന 93 രാജ്യങ്ങൾ പങ്കെടുത്ത ഫെസ്റ്റിവലായിരുന്നു നേപ്പാൾ കൾച്ചറൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. അതിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു മഞ്ജുളൻ. അത്രയും സിനിമകളിൽ നിന്ന് ബെസ്റ്റ് ആക്ടറായിട്ട് പൂവ് ബെസ്റ്റ് ഫിലിമും മഞ്ജുളൻ ബെസ്റ്റ് ആക്ടറും ആയിരുന്നു. അപ്പോൾ ആ കോൺഫിഡൻസ് അതിൻ്റെ അകത്ത് മഞ്ജുളിന് കിട്ടിയ കോൺഫിഡൻസ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത കാര്യം ഫലവത്തായി എന്ന് തോന്നുന്നത് അപ്പോഴാണ്. കാരണം വെച്ചാൽ അത് നേപ്പാളിലുണ്ടായ ഫെസ്റ്റിവലിന് ഓഡിയൻസായിട്ട് മലയാളികളെല്ലാം ഉണ്ടായിരുന്നു. തീരെ മലയാളം അറിയാത്ത ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ആളുകളായിരുന്നു. സിനിമ കഴിഞ്ഞ അവിടെ സ്ക്രീനിങ് കഴിഞ്ഞ ഒട്ടനെ ഈ ഓഡിയൻസ് മുഴുവൻ വന്നിട്ട് കെട്ടിപ്പിടിച്ചത് ഡയറക്ടറല്ല, എന്നെ ഫസ്റ്റ് തന്നെയായിരുന്നു. അതിനുശേഷമാണ് എവിടെ ഡയറക്ടർ എന്ന് ആളുകൾ ചോദിച്ചത്. അത് എനിക്ക് തന്നെ പൂർണ്ണമായിട്ടും ബോധ്യത അന്നാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക്കലി ഞാനൊരു സിനിമാറ്റോഗ്രാഫറാണ്. ഒരു 4ഓളം സിനിമകൾക്ക് ക്യാമറ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, ബിനോയ് ജോർജ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, ഞങ്ങൾ രണ്ടുപേര് ചേർന്നാണ്. ആളില്ലപ്പം ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ അതിൽ വിഷ്വലി എന്ത് വേണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഈ കഥയുടെ സമയത്ത് തന്നെ എൻ്റെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. കാരണം സിനിമ കണ്ടവർക്കറിയാം, ഇതൊരു വേറൊരു ലെവൽ, വേറൊരു രീതിയിൽ നിൽക്കുന്ന, വേറെ രീതിയിൽ പറയുന്ന കഥയാണ്. അപ്പോൾ അതെങ്ങനെ പറയണമെന്നുള്ളത് നേരത്തെ തന്നെ ആസ് എ സിനിമാറ്റോഗ്രാഫറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് വാഗമൺ വരെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റോഡ് മൂവിയാണ്. അത്രയും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് വിഷ്വൽസ് എനിക്ക് ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം പലരും ചോദിച്ചൊരു കാര്യമുണ്ട്, ഇത് എവിടെ പോയി കണ്ടുപിടിച്ചു ലൊക്കേഷൻസ് എന്നുള്ളത്. കേരളത്തിൽ തന്നെ ഇത്രയും സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് അതൊരു വർഷത്തോളം നീണ്ടു നിന്നൊരു യാത്ര തന്നെയായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ഉപയോഗിക്കാത്ത എന്നാൽ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ലൊക്കേഷൻസ് ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ഞങ്ങൾ ധനുഷ്കോടിയിൽ 2 പ്രാവശ്യം ഞാൻ ഇതിനു വേണ്ടി പോയിരുന്നു. പക്ഷേ നമ്മളുടെ പരിമിതികൾ കൊണ്ടാണ് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷെ എന്നാലും ഭംഗിയായിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സിനിമ 2 തരത്തിലാണല്ലോ. ഒന്ന് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമകളുണ്ട്, 2 ആർട്ട് വാല്യൂ ഉള്ള സിനിമകളുണ്ട്. ശരിക്കും ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്ന പോലെയാണ്. ശരിക്കും ഈ സിനിമ സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് തന്നെ ആണോ കൊടുക്കുന്നത്? സൊസൈറ്റിക്ക് മെസ്സേജ് എന്നതിനേക്കാൾ ഉപരിയുണ്ടല്ലോ, ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിയിലാണ് കണ്ടത്. അതായത് ഒരു വളരെ പേഴ്സണലായിട്ടുള്ള, വളരെ ഈ സിനിമ ഇഷ്ടപ്പെടുന്നവരും പറയുന്നത് പേഴ്സണലി അവർക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യലും ആർട്ടെന്ന് തിരിക്കുന്നതിന് മുൻപ് ഒരു സിനിമയിൽ അതിലെ കഥാപാത്രങ്ങൾ എത്രത്തോളം നമ്മളുടെ അടുത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പോയ സാഹചര്യങ്ങളിലൂടെ പോകുന്നൊരു കഥാപാത്രത്തെ കാണുമ്പോൾ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ അമ്മ, ഭാര്യ, മകള്, ആദ്യ കാമുകി, ഇതൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ജീവനായിട്ട്, അതായത് ജീവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് കാണുകയല്ല, അവർ ജീവനായിരുന്നെങ്കിൽ എന്നുള്ളത് വരെ ചിന്തിക്കാവുന്ന ഒരു രീതിയിലാണ് നമ്മളിതിൻ്റെ കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ റെലവൻസോ കമ്മിറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ പേഴ്സണലി ടച്ച് ചെയ്യുന്നൊരു ഫിലിമായിട്ടാണ്. അല്ല, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സിനിമ കണ്ട മിക്ക ആളുകളും ഇങ്ങനെ തന്നെയാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. കാരണം അവരുടെ അതായ സിനിമയായിട്ട് അവർക്ക് തോന്നി. പ്രത്യേകിച്ച് തുടക്ക സമയത്തുണ്ടാവുന്ന ചിലപ്പോൾ ലാഗ് ഉണ്ടാവും. അതിപ്പോൾ ചിലപ്പോൾ ഏത് മാത്തായ സൃഷ്ടിൻ്റെ പുറകിൽ അങ്ങനെ ഉണ്ടാവാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ നേരത്തെ മാർക്കസിൻ്റെ കഥ പറഞ്ഞു, മാർക്കസിൻ്റെ ഒക്കെ പുസ്തകം വായിക്കുമ്പോൾ ആദ്യത്തെ 10-20 പേജ് ഒന്ന് വായിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പൂർത്തിയാവാതെ വരില്ല. അതുപോലെ ഈ സിനിമയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവും, എല്ലാ പ്രേക്ഷകരും എന്നല്ല പറഞ്ഞു, ചില പ്രേക്ഷകർ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ കാണുന്ന പ്രേക്ഷകൻ ഇതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക, അവരെ മൂഡിലേക്ക് എത്തുക മാത്രമല്ല, ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് അവരായി മാറും. പെട്ടെന്ന് ലാസ്റ്റ് സീൻ വരുമ്പോഴാണ് അവരൊന്ന് തിരിച്ച് റിയാലിറ്റിയിലേക്ക് വരിക. അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ എനിക്ക് ഫോൺ വിളിച്ച് പറയും, മെസ്സേജൊക്കെ ചെയ്യണ്ടായിട്ടുണ്ട്. അനീഷ് സാർ സിനിമയിലേക്ക് കുറെ കഷ്ടപ്പാട് അനുഭവിച്ച കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ ഒരു ഡയറക്ടർ ആവാൻ, അല്ലെങ്കിൽ ഇപ്പം സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്ത്
സിനിമയിലേക്കുള്ള കഷ്ടപ്പാട് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഫോട്ടോഗ്രാഫി തന്നെയായിരുന്നു ചെറുപ്പം മുതൽ, വളരെ ചെറുപ്പം മുതൽ ഫോട്ടോഗ്രാഫി ആയിരുന്നു ഇഷ്ടവും, അതാണ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അത് ഞാനായിട്ട് തന്നെ പലപ്പോഴും നമ്മൾ പുതുക്കി കൊണ്ടുവരിക എന്ന് പറയില്ല, അത് ഫോട്ടോഗ്രാഫി നമ്മുടെ എസ്തെറ്റിക് സെൻസ്, വിഷ്വൽ സെൻസ് ഇതെല്ലാം പുതുക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സിനിമകൾ ഒരുപാട് കാണുകയും ചെയ്യുമായിരുന്നു. ഇൻ്റർനാഷണൽ ഫിലിംസും മലയാളം സിനിമകളും അങ്ങനെ ഒരുപാട് കാണുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇതിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഒരു സിനിമയിലെങ്കിലും വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ ആദ്യം വരുന്നത്. വേണു എന്ന് പറഞ്ഞ പ്രശസ്തനായ ഛായാഗ്രാഹകൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ആദ്യമായി സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അതുപോലെ തന്നെ ജോൺസൺ സാർ പറയുകയുണ്ടായി, ജയിലിൽ നിന്നും സിനിമയിലേക്കുള്ള ഒരു യാത്ര. സിനിമ എന്താ പറയുക, നമ്മൾ ചെറിയ പ്രായം മുതൽ കാണുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന സംഗതി തന്നെയാണ്. അതിനകത്ത് എന്താ പറയുക, ഓരോ ഫിലിം മേക്കേഴ്സിൻ്റെയും കഥകൾ വ്യത്യസ്തമാവാനൊന്നും സാധ്യത ഉണ്ടെന്ന് തോന്നണില്ല. ആ ഒരു താല്പര്യം. പിന്നെ ഞാൻ ബേസിക്കലി ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കപ്പാസിറ്റിയൊക്കെ ചിലപ്പോൾ ചെറുപ്പം മുതൽ നമ്മളൊരു കോർഡിനേഷൻ കപ്പാസിറ്റി ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ റോൾ പ്ലേ ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ട് സിനിമയിലേക്ക് വന്നതല്ല. അത് എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയൊന്നും അല്ല, ഒരു ഓർഗാനിക് പ്രോസസ്സാണ്. ആഗ്രഹിക്കുന്നു, അത് നേടുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് സിനിമ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദമൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ അതൊരു ഓർഗാനിക് പ്രോസസ്സാണ്. ഒരു വലിയ കഥകളൊന്നും പറയാനില്ല അതിൻ്റെ അകത്ത്. സിനിമ ചെയ്യുന്നിടത്താണ് കഥകളുള്ളത്. അത് ഒരു ആഗ്രഹം സഫലമാക്കുക എന്ന് പറയുന്നതിനപ്പുറം നമുക്ക് ഇഷ്ടമുള്ള സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ എന്താ പറയുക, ഒരു വലിയ യുദ്ധമാണ്. അപ്പോൾ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് വലിയ, അതിൻ്റെ അകത്ത് ഭയങ്കര കഥകളുണ്ടാവും. ഈ പോസ്റ്റിലേക്ക് എത്തുന്നത് വലിയ കഥയൊന്നുമല്ല, അതൊരു ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ഓർഗാനിക് പ്രോസസ്സായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പൂവ് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അനീഷിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വലിയൊരു ആഗ്രഹം ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് എഴുതി കഴിയുമ്പോൾ ഞാൻ ചോദിക്കുന്നിടാ, ഇത് സംഗതി ഓക്കെ, നിനക്കൊരാഗ്രഹം പറഞ്ഞ് ഞാൻ എഴുതി തന്നു, പക്ഷേ ഈ സിനിമ ആര് കാണും? ഇതൊരു വലിയ ചലഞ്ചല്ലേ. സിൻസ് ഹി ഈസ് ദ പ്രൊഡ്യൂസർ. അനീഷിൻ്റെ പാർട്ട്ണർ സന്തോഷും കൂടിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ അതിന് ഇൻവെസ്റ്റേഴ്സും കൂടി ആകുമ്പോൾ അത് വേറൊരു ഉത്തരവാദിത്വം കൂടിയല്ലേ. ഇപ്പോൾ ഞാൻ എഴുതുന്നു എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ ഭാഗവും കൂടി ആവുകയാണല്ലോ. അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതൊരു എന്താ പറയുക, തിയേറ്ററിലേക്ക് എത്തുന്ന സിനിമയല്ല, അത് നമുക്ക് ആദ്യമേ അറിയാം. പിന്നെ ഉള്ളത് ഇത്തരം കലാമൂല്യമുള്ള സിനിമകൾ കാണുന്ന ആൾക്കാരിലേക്ക്, ഫെസ്റ്റിവൽസിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇപ്പോഴതൊരു ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക തിരിച്ചു കിട്ടുന്ന ഒരു പരിപാടിയല്ല. അപ്പോൾ അതൊരു വലിയ കൺസേൺ ആയിട്ട് ഞാൻ ചോദിക്കുമ്പോൾ വലിയ കൂട്ടത്തിലേക്ക് എത്തുന്ന ഒരു നറേറ്റീവ് സ്ട്രക്ചറും അല്ല. അപ്പോൾ നമ്മൾ അതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ സിനിമയെ രൂപപ്പെടുത്തിയത്. അപ്പോൾ അത് ആർട്ടിസ്റ്റിക് സിനിമ ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ സിനിമ ആയിക്കോട്ടെ, ഒരു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുക ഇതൊരു വലിയ കാര്യമാണ്. സംഘർഷങ്ങൾ ഉണ്ടാവുക, കഥാപാത്രങ്ങളുടെ സംഘർഷങ്ങൾ, അല്ലെങ്കിൽ കഥയിലുണ്ടാവുന്ന സംഘർഷങ്ങൾ, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള, ദേശങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളാണ് ഒരു കഥയെ മുന്നോട്ട് നയിക്കുന്നത്, ഒരു സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നീട് ഞങ്ങൾ ഈ സിനിമ ആൾക്കാരിലേക്ക് എത്തിയതിന് ശേഷം ഞങ്ങൾ അതിനൊരു യോണർ ക്രിയേഷനൊക്കെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പുതിയ സിനിമയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇവനോട് ചോദിച്ചിട്ടില്ല, ഇത് ആര് കാണും? അപ്പോൾ അനീഷ് പറഞ്ഞത് അതിപ്പോഴും വളരെ പ്രസക്തമായിട്ടുള്ള, എടാ നീയും ഞാനും മാത്രമേ ഈ സിനിമ കാണുന്നുള്ളൂ എങ്കിലും ഈ സിനിമ എനിക്ക് ചെയ്യണം. അതൊരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. കാരണം പിന്നെ എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പൂവ് ഞങ്ങൾ രണ്ടുപേരിൽ നിന്ന് ഒരു വറ്റം ലോകത്തെ വിവിധ കാഴ്ചക്കാരിലേക്കൊക്കെ അത് വളർന്നു. അപ്പോൾ ഇത്തരം സിനിമകൾക്കൊരു സ്പേസ് ഉണ്ട് എന്നും ഞങ്ങൾക്ക് ഉറപ്പ് വന്നു. അതൊരു ചെറിയ വിശ്വാസമല്ല അത് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർച്ചകൾ ഉണ്ടാവണമെന്നും അങ്ങനത്തെ ഒരു ജോണർ തന്നെ
സൃഷ്ടിക്കണമെന്നും അതിന് തുടർച്ചകൾ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ പുതിയ സിനിമ ചെയ്തു കഴിഞ്ഞു. അത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗവും കൂടിയാണത്, ഇത്തരം ചിന്തകളുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയുമ്പോൾ ഒരു ഡയറക്ടർ ആവാനോ ഒരു റൈറ്റർ ആവാനോ അത്ര ബുദ്ധിമുട്ടില്ല, പക്ഷേ ആ പ്രോസസ്സും അത്ര ബുദ്ധിമുട്ടുള്ളതായിരിക്കില്ല. പക്ഷേ നമ്മളൊരു സിനിമ ചെയ്യുകയും അല്ലെങ്കിൽ സിനിമ എഴുതുകയും അത് കാഴ്ചക്കാരിലേക്ക് എത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര ഹ്യൂമങ്കസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് ഈ കഥകൾ മുഴുവൻ ഉണ്ടാവുക. ഈ സിനിമയിൽ ഒരു പ്രണയത്തെ പറ്റി പറയുന്നുണ്ടല്ലോ, അതായത് ഒരു നഷ്ടപ്പെട്ട ഒരു പ്രണയം, അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഒന്നെങ്കിൽ 2 തരത്തിലുള്ള കമ്മ്യൂണിറ്റി. അത് സിനിമേന്റെ മെയിൻ സ്റ്റോറി ആയിട്ട് എടുത്തല്ലേ? വർഗീയത. ഏതെങ്കിലും ഒരു സാഹചര്യം വെച്ചാൽ ഒരു നഷ്ടപ്പെട്ട പ്രണയത്തെ പറ്റി പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല മതം മാത്രമല്ല, അല്ല സാമ്പത്തികമാവാം, പല സാമൂഹിക രീതികളാവാം. അല്ല അതൊക്കെയാണ് ഇതിന്റെ ഒരു വിങ്ങൽ. ഒരുപാട് വിങ്ങലുകളുണ്ടല്ലോ, ആ വിങ്ങലിന്റെ ഒരു വിങ്ങലാണിത്. അതാണ് അതും പ്രേക്ഷകന് കിട്ടുന്നുണ്ട്. അപ്പൊ അനീഷ് നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ മൂഡിലൂടെ എല്ലാ മനുഷ്യന്മാരും കടന്നു പോയിട്ടുണ്ട്. മതം മാത്രമല്ല, പക്ഷെ പലത് കൊണ്ടുണ്ടാവുന്ന ചില വിഭാഗീയത കൊണ്ടുണ്ടാവുന്ന ദുഃഖങ്ങൾ, ആ ദുഃഖത്തിലൊക്കെ മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ കൂടിയാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ആൾക്കാർ. അതായത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരാൾ ഒരു 50 വയസ്സുള്ള ഒരു മനുഷ്യൻ അയാളുടെ ലൈഫിൽ തിരിഞ്ഞു ചിന്തിക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച സ്ത്രീകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 60% കൂടുതൽ ആളുകൾക്കും ഈ 4 പൊസിഷനിൽ നിൽക്കുന്ന സ്ത്രീകളുണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം അമ്മ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ഫെസ്റ്റിവലിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു കാണികളിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് നമ്മൾ കോഴിക്കോട് ഫെസ്റ്റിവലിൽ വെച്ചിട്ട് ഇതൊരു സ്ത്രീപക്ഷ സിനിമയായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സ്ത്രീപക്ഷ സിനിമയായിട്ടല്ല ഇത് കണ്ടതും, സ്ത്രീപക്ഷത്തിന് വേണ്ടിയിട്ട് വാദിച്ചൊരു സിനിമയല്ല. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്, എന്നെ സ്വാധീനിച്ച സ്ത്രീകൾക്കായിട്ടാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ബാലാമണിയമ്മ തൊട്ട് പറയുകയാണെങ്കിൽ, ബാലാമണിയമ്മ ഞാൻ എൻ്റെ കൗമാരകാലത്ത് ഏറ്റവും ആരാധിച്ചിരുന്ന ടെന്നീസ് പ്ലെയേഴ്സ് ഗബ്രിയേല സബാറ്റിനി, പൂർണിമ ജയറാം. ഞാൻ ആദ്യമായിട്ട് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടൊരു നായിക പൂർണിമ ജയറാം, സിൽക്ക് സ്മിത, അങ്ങനെ ഒരു മാധവിക്കുട്ടി, അങ്ങനെ ഒരു പറ്റം സ്ത്രീകളെ അതിൻ്റെ അകത്ത് ഫോട്ടോസ് ചെയ്ത് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രണയം മാത്രമല്ല, ഇവരെല്ലാം നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അതിൻ്റെ അകത്ത് പറയാൻ ശ്രമിച്ചത്. രൂപപ്പെടുത്തുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് അയാളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അയാളിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തികൾ എന്ന നിലയ്ക്കാണ്, അതായത് സ്ത്രീകൾ എന്ന നിലയ്ക്കാണ്. അതാണ് അനീഷ് സ്ഥിരമായിട്ട് ഈ പോയിന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എന്താ പറയുക ഒരു ശില്പം ഉണ്ടാക്കുന്നത് പോലെ ഒരു വ്യക്തിയെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരെന്ന നിലയ്ക്കാണ് അമ്മയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനീഷ് പറഞ്ഞ ഒരു പോയിന്റ് അതാണ്. ഇപ്പം അത് ഈ മറ്റേ നമ്മൾ എന്താണ് അമ്മ അത് പാസം പുതിയ ജനറേഷൻ്റെ ഇതാണല്ലോ, ഓവറാക്കി പാസം പറഞ്ഞ് അങ്ങനെ അല്ലല്ലോ. പക്ഷെ ആ ഒരു എൻറ്റിറ്റി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. അത് പറഞ്ഞ് ചില കാര്യങ്ങൾ ഓവറായി പറഞ്ഞ് കൊളാക്കല എന്ന് പറയും. പക്ഷെ അങ്ങനെ അത് ഓവർ ആയോ എന്ന് ഓരോ വ്യക്തികളാണ് നിശ്ചയിക്കേണ്ടത്. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ളതല്ലേ. അത് ഒരു വ്യക്തിയെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോൾ ഭാര്യയായിട്ടാണെങ്കിലും മകളായിട്ടാണെങ്കിലും ഒക്കെ ഉള്ളൊരു അച്ഛൻ മകൾ ബന്ധം എന്ന് പറയുന്നതിൻ്റെ ആഴം ഒന്ന് എങ്ങനെ അതിനെ കൗണ്ട് ചെയ്യുക, അതൊരു വ്യക്തികൾക്ക് ഉള്ള കാര്യമല്ലേ. അപ്പോൾ ഭയങ്കര യൂണിവേഴ്സൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിൽ അതുകൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ സെല്ലബിളും ആവുന്നത്. നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, ആ റിലേഷൻഷിപ്പിൻ്റെ ഡെപ്തിലേക്ക് കടക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. പക്ഷെ അത് സെല്ലബിൾ ആവുന്നതും ഈ ഒരു ഫാക്ടർ കൊണ്ടാണ്.
അച്ഛൻ മകൾ ബന്ധം ഏറ്റവും കൂടുതൽ കഥ പറയാൻ ഉപയോഗിക്കുന്ന ബന്ധങ്ങളാണ്. അമ്മ മകൻ ബന്ധം അത് യൂണിവേഴ്സൽ ആയതുകൊണ്ടാണ് അങ്ങനെ അത് സംഭവിക്കുന്നത്. യൂണിവേഴ്സലാണത്. അതുകൊണ്ടാണത് അതിലൊന്ന് സ്പർശിച്ചാൽ അവിടെ ചോര പൊടിയുന്നത് കൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ സെല്ലബിളും കൂടി ആവുന്നത്. അതിൽ ഒരു ജോൺസൺ എഴുതിയ ഡയലോഗിൽ അതിൻ്റെ അകത്ത് തുടക്കത്തിൽ ജീവൻ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട്, അമ്മ എന്ത് സുന്ദരിയാണ്. നമ്മളെല്ലാവരും ഏറ്റവും ആദ്യം കണ്ട സുന്ദരിയായൊരു സ്ത്രീ നമ്മുടെ അമ്മ തന്നെ ആയിരിക്കും. ഡ്രാമയിൽ നിന്നും തിയേറ്റർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ടാണല്ലോ വന്നത്. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ അഭിനയത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടോ? നാടകം അഭിനയിക്കുമ്പോൾ നമുക്ക് കുറേ സ്വാതന്ത്ര്യമുണ്ട് തിയേറ്ററിലെ. കാരണം ആ ഫ്രെയിമിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും, നമ്മൾ ആദ്യം റിഹേഴ്സൽ ചെയ്ത് ഒപ്പിച്ച സാധനങ്ങൾ നമുക്ക് എന്ത് വേണമെങ്കിൽ ആ ഫ്രെയിമിനകത്ത് കളിക്കാൻ പറ്റും. സിനിമയിൽ അത് പറ്റില്ല. കാരണം ഒന്ന് ചിലപ്പോൾ ഫ്രെയിമിന് ഭയങ്കര ടൈറ്റായിരിക്കും, ഒരുപാട് ടെക്നിക്കൽ സൈഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ മൈൻഡ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്ലോസപ്പിലൊക്കെയാണ് നമുക്ക് ഒരുപാട് ഇമോഷൻസ് എപ്പോഴും നമ്മൾ ഔട്ടറിലല്ല കാണിക്കുക, ചിലപ്പോൾ ഇന്നറിലാണ് കൂടുതൽ കാണിക്കേണ്ടി വരിക. നാടകത്തിൽ ചിലപ്പോൾ നമ്മൾ ഔട്ടറിൽ കാണിച്ചാലും അത് ശരിയല്ല. നാടകത്തിലായാലും തിയേറ്ററിലായാലും അങ്ങനെ കാണിക്കുന്നത് ശരിയല്ല, ഉള്ളിൽ നിന്ന് തന്നെ വരണം എന്നാണ് പറയുന്നത്. ഇന്നർ ടു ഔട്ടറിൽ തന്നെ വരണം. പക്ഷേ സിനിമയിൽ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കപ്പെടും, നാടകത്തിൽ കണ്ടുപിടിക്കപ്പെടും. തൽക്കാലത്തേക്കെങ്കിലും നമുക്ക് ഓഡിയൻസിന് ഈ കഥേൻ്റെ കൂട്ടത്തിലേക്ക് യാത്ര അയക്കാൻ പറ്റും, പക്ഷേ സിനിമയിൽ അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് തയ്യാറെടുക്കേണ്ടതുണ്ട്. നാടകത്തിന് നമുക്ക് സമയമുണ്ട്, 1-2 മാസം റിഹേഴ്സൽ ചെയ്ത് ടൈം എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് വന്നത്. സിനിമയിൽ അങ്ങനെ സമയം കിട്ടില്ല. കാരണം വെച്ചാൽ അവരുദ്ദേശിക്കുന്ന ഷോട്ട് എങ്ങനെയാണെന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞില്ലല്ലോ. അപ്പോൾ എടുക്കുമ്പോഴല്ലേ നമുക്കറിയുള്ളൂ ഇന്ന രീതിയിലാണ് ആ ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കുറവാണ്. പക്ഷേ ആ സമയത്തിനുള്ളിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കുന്നത്. അതുണ്ടാവും, അതിന് കണ്ടിന്യൂറ്റി പ്രോബ്ലം ഉണ്ടാവും. കാരണം നമ്മൾ തന്നെ ഷൂട്ട് ചെയ്ത സമയത്ത് ആദ്യം ചെയ്ത, കാരണം അവസാന ഭാഗമാണ് ആദ്യം ചെയ്തത്. നേരെ തിരിച്ചാണല്ലോ വേണ്ടത്, നേരെ തിരിച്ചാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. ക്ലൈമാക്സ് ആദ്യം ചെയ്തിട്ടാണ് പിന്നീട് ഒരു 6 മാസത്തിന് ശേഷം നമ്മൾ സിനിമയിലെ മറ്റ് സീനുകൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തുകൊണ്ട് പിന്നെ ബൈ എക്സ്പീരിയൻസിൽ കിട്ടും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബൈ എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പോഴും തിയേറ്ററിലും ഇത് തന്നെ സിനിമ പോലെ തന്നെ വളരെ നാച്ചുറലായ ആക്ടിങ് തന്നെയാണ് നടക്കുന്നത്. ഇപ്പം ലോകം മുഴുവൻ തിയേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ നാച്ചുറലായ ആക്ടിങ് ആണ്. ഇത് നമ്മളെ നാട്ടിലും ഈ തമിഴ്നാട്ടിലും മാത്രമാണ് കുറച്ച് സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഫോം വന്നത്. അതിന് ഒരുപാട് കാര്യകാരണങ്ങളുണ്ട്. നമ്മുടെ ക്ലാസിക്കൽ ഫോംസ് ഫോക്ക് ഫോംസ് ഒക്കെ ഓവറായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ നാടകങ്ങൾ അങ്ങനെ ആയിപ്പോയത്. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഒരു ആർട്ട് ഫോമാണ്, അല്ല അതിനൊരു സ്പേസാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ എവിടെ നടക്കുന്ന എല്ലാ ചലനങ്ങളും നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ആക്ടിങ് രീതി തിയേറ്ററിലാണെങ്കിലും കൃത്യമായിട്ട് മലയാളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സിനിമയ്ക്ക് വളരെ ഉപകാരമാണ്. ഇന്നത്തെ മലയാള സിനിമയിൽ പകുതി ആളുകളും നാടക അനുഭവമായിട്ട് വരുന്ന ആളുകളാണ്. പണ്ടങ്ങനെയല്ല, പണ്ട് മിമിക്രിയാണ്. അല്ല, പിന്നെ ഒരു കാതലായിട്ടുള്ളൊരു ഡിഫറൻസ് എന്താ വെച്ചാൽ ഈ തിയേറ്റർ ഇയാൾ പറഞ്ഞതുപോലെ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു 2-3 അല്ലെങ്കിൽ 1 വർഷമൊക്കെ നീളുന്ന റിഹേഴ്സലിലൂടെയാണ് ഫൈനൽ സ്റ്റേജിലേക്ക് പെർഫോമൻസിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു കഥാപാത്രമായ അയാൾക്ക് പാകപ്പെടാൻ ഏറ്റവും കുറഞ്ഞത് 1 മാസമെങ്കിലും കിട്ടും. 1 മാസമെങ്കിലും നീളുന്ന നിരന്തരമായ പരിശീലനത്തിലൂടെയാണ് ആ കഥാപാത്രത്തിലേക്ക് ഇയാൾ പ്രവേശിക്കുന്നത്. മനസ്സിലായി? ഒരു ഫൈനൽ പ്ലേയിലേക്ക് വരുന്നത്. ഇനി ഫൈനൽ പ്ലേ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജിങ് കഴിഞ്ഞിട്ടും വേണമെങ്കിൽ പിന്നെയും തിരുത്തലുകൾ വരുത്താനുള്ള അവസരവുമുണ്ട്. ചിലപ്പോൾ ഒരു നാടകം ചിലപ്പോൾ ഒരു 10ാമത്തെ കളിയൊക്കെ എത്തുമ്പോഴായിരിക്കും ആ പെർഫോമർ ഒരു തഴക്കമാവുക. അതായത് ലോങ് ടൈം ഓഫ് റിഹേഴ്സൽ ഉണ്ട്, അതിനുശേഷം പ്ലേ ഉണ്ട്. പ്ലേ ചിലപ്പോൾ ഒരു 10ാമത്തെ കളി എത്തുമ്പോഴായിരിക്കും ആ ആക്ടർ ഒരു തഴക്കം വരിക, ഗംഭീര പെർഫോമറായി മാറുകയും ചെയ്യുക. സിനിമയിൽ അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ല എന്നുള്ളതാണ് ഈ പ്രശ്നം. മിക്ക നടന്മാർക്കും നടിമാർക്കും സിനിമ കാണുമ്പോൾ അയ്യോ ഇത് കുറെ കൂടെ നന്നാക്കാമെന്ന് തോന്നുന്നു, വേറൊരു അവസരവുമില്ല. അപ്പോൾ ഇതിന് മറുവശമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ സിനിമകൾ പോലും ഈ രീതി പിൻപറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു സീൻ തന്നെ റിഹേഴ്സൽ ചെയ്ത്, ഒരു ഷോട്ട് തന്നെ റിഹേഴ്സൽ ചെയ്ത് ഒരു ആക്ടർ ഒന്ന് പെർഫെക്റ്റ് ആയി കഴിയുമ്പോൾ മാത്രമേ ടേക്കിലേക്ക് പോവുള്ളൂ. ആ രീതിയിൽ ഫിലിം മേക്കിംഗ് മാറി. അതെ, വർക്ക്ഷോപ്പ് ഉണ്ടാവും. അതുകൂടെ തന്നെ സീൻ കൊറിയോഗ്രാഫി ചെയ്ത് സെറ്റ് ചെയ്തിട്ടേ ഷോട്ടിലേക്ക് പോവുള്ളൂ. നേരത്തെ അങ്ങനെയല്ല. അത് വേറെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഫിലിമായിരുന്നു, ഫിലിമിന് ഭയങ്കര എക്സ്പെൻസീവാണ്. ഓരോ ഫീറ്റിനും ഓരോ അടിക്കും വരുന്ന ചിലവ്. അതുകൊണ്ട് തന്നെ
വെറുതെ എക്സ്പോസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഡിജിറ്റലായി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ സ്വതന്ത്രമായ സിനിമ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പരീക്ഷണങ്ങൾക്ക് സാധ്യത കൂടുകയും ചെയ്തു. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സും ഉണ്ട്.